രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന കോൺഗ്രസ് ജനങ്ങൾക്ക് മുൻപിൽ ഒരു ശക്തമായ നിലപാടുകൾ കൊണ്ട് നിലകൊള്ളേണ്ട സമയമാണിത്. പക്ഷെ അതിനു പകരം പാർട്ടിയുടെ ശ്രദ്ധ മുഴുവൻ അധികാരവും സ്ഥാനവും പിടിക്കാനുള്ള ആഭ്യന്തര പോരാട്ടങ്ങളിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. നേതൃസ്ഥാനങ്ങൾ കൈവശം വെച്ചവരെല്ലാം പാർട്ടി തീരുമാനങ്ങളെ വെല്ലുവിളിച്ച് വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കായി മുന്നോട്ട് വരുമ്പോൾ കോൺഗ്രസ് ഒരു സംഘടിത രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ നിലനിൽക്കുന്നതാണോ എന്ന സംശയം തന്നെ ഉയരുകയാണ്. ജനങ്ങളുടെ വിശ്വാസം നേടേണ്ട പാർട്ടി ഇന്ന് സ്വന്തം നേതാക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി പോരാടുന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങി. അതിൽ ഈ കെട്ടകാലത്ത് കോൺഗ്രസിന്റെ അന്തകരാകാൻ 2 എംപിമാരും ഒരുങ്ങിയിട്ടുണ്ട്. 1.5 വർഷം മുൻപ് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച് എംപിമാരായ കെ സുധാകരനും അടൂർ പ്രകാശുമാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി പാർട്ടിയെ മുൾമുനയിൽ നിർത്തുന്നത്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിച്ചു കളയുമെന്ന് പറഞ്ഞ് പാർട്ടിയെ വെല്ലുവിളിച്ചാണ് അടൂർ പ്രകാശും സുധാകരനും സീറ്റിനായി വിലപേശുന്നത്. 71-കാരനായ അടൂർ പ്രകാശ് മുൻപ് 2 തവണ മന്ത്രിയും 2 തവണ എംപിയുമായിരുന്നു. 1996 മുതൽ 2019 വരെ 23 വർഷം MLA ആയിരുന്നു. അതിൽ 2 വർഷം മന്ത്രിയും. കെ സുധാകരൻ കണ്ണൂരിൽ CPM-നോട് പതിറ്റാണ്ടുകൾ പൊരുതി പാർട്ടിയെ വളർത്തിയ നേതാവാണ്. അതിന്റെ പേരിൽ അദ്ദേഹം MPയും MLAയും KPCC പ്രസിഡന്റും ഒക്കെയായി. പക്ഷേ ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ പോലും പല സമയത്തും തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളാണ് സുധാകരൻ. മാസത്തിൽ പകുതിയോളം ദിവസങ്ങൾ ആശുപത്രിയിലും വിശ്രമത്തിലുമായി കഴിയേണ്ടി വരുന്നതാണ് അദ്ദേഹത്തിന്റെ നിലവിലെ സാഹചര്യം. എങ്കിൽ പോലും അദ്ദേഹത്തിനും നിയമസഭയിലേക്ക് മത്സരിച്ച് മന്ത്രിയാകണമെന്നാണ് ആഗ്രഹം. അടൂർ പ്രകാശിന്റെ ആഗ്രഹവും ഈഴവ പ്രാതിനിധ്യത്തിന്റെ പേരിൽ മന്ത്രിസഭയിലെത്തി സ്വന്തം ബിസിനസ്സുകൾ വളർത്തി മക്കളുടെയും ബന്ധുക്കളുടെയും കാര്യങ്ങൾ സേഫ് ആക്കുക എന്നതാണ് ആവശ്യം. മുൻ ബാർക്കോഴ ആരോപണ മുതലാളി ബിജു രമേശിന്റെ അടുത്ത ബന്ധുവാണ് അടൂർ പ്രകാശ്. ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ ബിജു രമേശുമുണ്ട് എന്നാണ് കേൾവി. അതിന്റെ പേരിൽ പാർട്ടിക്ക് എന്ത് കോട്ടം സംഭവിച്ചാലും തങ്ങൾക്ക് കുഴപ്പമില്ല എന്ന നയമാണ് ഇവർക്ക്. 2 എംപിമാർ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്ന വാർത്ത വരുന്നതോടെ ജനം UDF-ന് എതിരാവും. ഇതോടെ UDF-നെതിരെ നെഗറ്റീവ് വോട്ടുകൾ രൂപപ്പെടുകയും മുന്നണിയുടെ 4-5 സീറ്റുകൾ അതോടെ നഷ്ടമാക്കുകയും ചെയ്യും. ഇത് ഒഴിവാക്കാനാണ് എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന് AICC തീരുമാനിച്ചിരിക്കുന്നത്. മറ്റു ചില എംപിമാർ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അവർ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കേണ്ട എന്ന് കരുതി പിന്മാറാൻ തയ്യാറായി. എന്നാൽ സുധാകരനും അടൂർ പ്രകാശുമാണ് പാർട്ടിയെ വെല്ലുവിളിച്ച് ഇപ്പോൾ സീറ്റ് കരസ്ഥമാക്കാൻ പോകുന്നത്. ഒരു പാർട്ടിയുടെ ശക്തി അതിന്റെ ഐക്യത്തിലും ശാസനയിലുമാണെന്നത് രാഷ്ട്രീയത്തിലെ അടിസ്ഥാന സത്യമാണ്. എന്നാൽ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് അതിന്റെ പൂർണ്ണ വിപരീതമാണ്. പാർട്ടി തീരുമാനങ്ങളെ പോലും തുറന്നെതിർക്കുകയും സ്വന്തം ഇഷ്ടം നടപ്പാക്കാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന നേതാക്കൾ മുന്നിലിരിക്കുമ്പോൾ ആ പാർട്ടിക്ക് ജനങ്ങളുടെ ഭാവിയെക്കുറിച്ച് പറയാനുള്ള നൈതിക അവകാശം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത്തരം വ്യക്തിപരമായ അധികാരലോഭവും ഗ്രൂപ്പ് രാഷ്ട്രീയവും തുടരുന്നിടത്തോളം കോൺഗ്രസിനോട് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുക സ്വാഭാവികമായിരിക്കും. സ്വന്തം പാർട്ടിയെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത കോൺഗ്രസിന് കേരളത്തെ നയിക്കാനാകുമെന്ന അവരുടെ വിശ്വാസം ജനങ്ങൾക്കും കൂടി തോന്നാനുള്ള സാധ്യത വളരെ കുറവാണ്.